മനഃപൂർവ്വമായി സ്കൂളിൽ സ്ഥിരമായി വൈകിയെത്തുന്ന കുട്ടികളെ തിരുത്താൻ നടത്തിയ ശ്രമങ്ങളെ കൊടും ക്രൂരതയായി ചിത്രീകരിച്ച ചില മാധ്യമങ്ങളുടെ നടപടി അപലപനീയമാണെന്ന് എടത്വ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ്. സ്കൂളിന്റെ സൽപ്പേര് നശിപ്പിക്കാൻ ചില വ്യക്തികൾ നടത്തിയ ആസൂത്രിതമായ ശ്രമമാണ് ഈ വ്യാജവാർത്തയെന്ന് മാനേജ്മെന്റ് ആരോപിച്ചു. പൊതുപരീക്ഷകൾക്കുള്ള തീവ്ര പരിശീലനം നടന്നുകൊണ്ടിരിക്കെ രക്ഷിതാക്കളെയും സ്കൂൾ അധികൃതരെയും കബളിപ്പിച്ച് സ്കൂളിൽ താമസിച്ചെത്തി മറ്റു കുട്ടികളുടെ പഠനത്തിന് തടസ്സമുണ്ടാക്കുകയും ചെയ്യുന്ന കുട്ടികളെ താക്കീത് ചെയ്യണമെന്ന് PTA തീരുമാനിച്ചിരുന്നതായി മാനേജ്മെന്റ് പുറത്തിറക്കിയ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഇവരെ വിശദീകരണം ചോദിക്കാനായി കാത്തുനിർത്തിയതിനെ ക്രൂരതയായി ചില മാധ്യമങ്ങൾ വാർത്തയാക്കുകയായിരുന്നു. കുട്ടികൾ പലപ്പോഴും രാവിലെയും വൈകുന്നേരങ്ങളിലും ടൗണിലൂടെ കറങ്ങി നടന്ന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതായും മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായും പോലീസ് സ്റ്റേഷനിൽ നിന്നും വ്യാപാരികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും പലപ്പോഴും പരാതികളുണ്ടായതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തിരുത്താൻ ശ്രമം നടത്തിയത്. രാവിലെ കൃത്യസമയത്ത് സ്കൂളിലെത്തണമെന്നുള്ള നിയമം കർശനമായി നടപ്പിലാക്കിയിരുന്നു. എന്നാൽ സൈക്കിളുകളിലും നടന്നും വരുന്ന ചില വിദ്യാർത്ഥികൾ മനഃപൂർവ്വം ബസ്സിൽ വരുന്ന മറ്റു വിദ്യാർത്ഥികളോടൊപ്പം സ്ഥിരമായി താമസിച്ചു വന്ന് സ്കൂൾ അച്ചടക്കത്തിന് വെല്ലുവിളി ഉയർത്തിയപ്പോൾ അത് തിരുത്താൻ ശ്രമിക്കുകയായിരുന്നു. നടപടികളിൽ അസ്വസ്ഥരായ സ്കൂളിന്റെ സൽപ്പേര് തകർക്കാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നടത്തിയ ആസൂത്രിത ശ്രമമാണ് വ്യാജവാർത്തയ്ക്ക് ഇടയാക്കിയത്. 12 ബാച്ചുകളിലായി 500-ലധികം വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്രം പഠിക്കുന്ന കുട്ടനാട്ടിലെ ഏറ്റവും വലിയ സ്കൂളിൽ കർശനമായ അച്ചടക്കം നിലനിർത്താൻ ഊർജിതമായ നടപടികൾ തുടർന്നും സ്വീകരിക്കണമെന്ന് അടിയന്തരമായി ചേർന്ന PTA എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു. അച്ചടക്കം തകർത്ത് കുട്ടികളെ മയക്കുമരുന്നിന്റെയും മറ്റ് സാമൂഹ്യ തിന്മകളുടെയും പിടിയിലമർത്തി നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന ഇത്തരം തെറ്റായ വാർത്തകളെയും വാർത്ത നൽകിയവരെയും PTA എക്സിക്യൂട്ടീവ് യോഗം അപലപിച്ചു. എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളിയുടെ മാനേജ്മെന്റിലുള്ള സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ അപകീർത്തിപ്പെടുത്താൻ തെറ്റായ വാർത്തകൾ നൽകിയ മാധ്യമങ്ങളുടെ നടപടിയിൽ സ്കൂൾ മാനേജ്മെന്റ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷെക്കേന ന്യൂസ്, ആലപ്പുഴ.